പ്രിയ മീഡിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഇത് സോഷ്യൽ മീഡിയ ചാരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ വിവാദപരമായിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. കാരണം 8/3/2019 ഒരു കുട്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിറോസ് കുന്നപ്പറമ്പിൽ എന്ന ചാരിറ്റി പ്രവർത്തകൻ അവരെ സഹായിക്കാൻ എന്ന വ്യാജേന വരികയും ഒരു ലൈവ് വീഡിയോ ചെയ്യുകയുണ്ടായി. ആ ലൈവ് വീഡിയോയിലൂടെ ഏകദേശം കാനറ ബാങ്കിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം 21,40,50,000 സംതിങ് റുപ്പീസ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ സ്റ്റേറ്റ്മെന്റ് ഡോക്യുമെന്റ് ഉണ്ട്. അപ്പൊ ഇതിൽ നടന്നിരിക്കുന്ന കുറച്ച് ക്രമക്കേടുകളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനും അതുകൂടാതെ ഇന്നലെ ഫിറോസ് കുന്നപ്പറമ്പിൽ ആ നാട്ടിൽ പോയി ആ നാട്ടിലെ ചില ജനങ്ങളെ, ചില സാമൂഹിക പ്രവർത്തകരും അതുകൂടാതെ അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാരും പള്ളി കമ്മിറ്റിയിലെ ചില മെമ്പേഴ്സിനെയൊക്കെ അതുകൂടാതെ ചില പ്രത്യേക പാർട്ടിയിലുള്ള ആൾക്കാരെയൊക്കെ നിർത്തിക്കൊണ്ട് അവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ലൈവ് വീഡിയോ പ്രകാരം ഒരു വലിയ ഒരു തെറ്റവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പൊതുസമൂഹത്തിലെ. അത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇവിടെ കൽപ്പറ്റയിൽ നിങ്ങളെ മീഡിയ സഹോദരങ്ങളെ, പ്രസ് വിഷ്വൽ മീഡിയ സഹോദരങ്ങളെ ഇവിടെ സത്യം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ കംപ്ലീറ്റ് ബില്ലുകൾ എവിടെ, ഹോസ്പിറ്റൽ ബില്ലുകളൊക്കെ എവിടെ, ആ ബില്ലുകളും അതുകൂടാതെ ഈ ഡോക്യുമെന്റിൽ വന്നിട്ടുള്ള പൈസയും ഇതിൽ എങ്ങനെയാണ് ഫോർജറി നടന്നിട്ടുള്ളത്, തട്ടിപ്പ് എങ്ങനെയാണ് നടന്നിട്ടുള്ളതെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഇവരുടെ ആ കുട്ടിയുടെ മാതാപിതാക്കള്, കുട്ടി ആ നിൽക്കുന്ന കുട്ടിയാണ്. ഇത് സഹായം തന്നവരെ ഒരിക്കലും തിരിച്ചുകുത്തുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ നന്ദികേട് കാണിക്കുകയോ അല്ല. കാരണം ഇന്ന് ഒരു സഹായത്തിന്റെ പേരിൽ ഈ കുടുംബം ആത്മഹത്യയുടെ വക്കിലാണ്. കാരണം സഹായം ചെയ്യുന്നവരെ ഒരിക്കലും നമ്മൾ തിരിച്ചുകുത്താൻ പാടില്ല, നന്ദി തന്നെയാണ് നമ്മൾ കാണിക്കേണ്ടത്. പക്ഷേ ഇത് ഇന്ന് ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് മുടങ്ങിയിട്ട് 2 മാസമായി. ആ കുട്ടിക്ക് ഇന്ന് പണമില്ല. 21 ലക്ഷം രൂപ വന്നതില് 9,15,000 രൂപ മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള എമൗണ്ടുകൾ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആദ്യം പറയുന്നു 17 ലക്ഷമാണ് വന്നത്, പിന്നെ പറയുന്നു 21 ലക്ഷമാണ് വന്നത്. ഇദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് 26 ലക്ഷം രൂപയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാ തരത്തിലും ഒരു വലിയ എൻക്വയറി, ഒരു അന്വേഷണത്തിന്റെ ആവശ്യമുണ്ട്. ബാക്കി നിങ്ങൾ പറഞ്ഞു. എന്നെയാണ് ബന്ധപ്പെട്ടത്. ഞാൻ എന്റെ മോന്റെ പ്രശ്നങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ അത് കണ്ടിട്ട് ഫിറോസ് കുന്നപ്പറമ്പിൽ സഹായം ചെയ്യാൻ പറഞ്ഞ് എന്നെയാണ് ഇങ്ങോട്ട് വിളിച്ചിട്ട് അവര് ഗൾഫിൽ നിന്നാണ് നാട്ടിലേക്ക് വന്നത്. നാട്ടിൽ വന്നിട്ടാണ് കുട്ടിയുടെ ദയനീയ വീഡിയോ എടുത്തത്. എന്റെ കുട്ടിയുടെ ദയനീയാവസ്ഥ കണ്ട് വീഡിയോ ചെയ്ത് ഞങ്ങളെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞാണ് പുള്ളി വന്ന് വീഡിയോ ചെയ്തത്. ആ വീഡിയോ ചെയ്തതിന് ശേഷം നേരെ മാനന്തവാടി പോയി എന്റെ അക്കൗണ്ടിൽ തന്നെ ചെയ്യാന്ന് പറഞ്ഞാണ് മാനന്തവാടിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയത്. അങ്ങനെ എനിക്കൊരു ഫെഡറൽ ബാങ്കിന്റെ പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ട്, അത് ഞാൻ സ്വന്തം അക്കൗണ്ട്. അതിൽ ചെയ്യാന്ന് പറഞ്ഞാൽ മാനന്തവാടിയിലേക്ക് വിളിച്ചു. മാനന്തവാടി എത്തിയപ്പോൾ ഇവര് നേരെ തിരിഞ്ഞ് എന്റെ അടുത്ത് സംസാരിച്ചു. നമുക്ക് കാനറ ബാങ്കിൽ ഷെയർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെയർ അക്കൗണ്ട് എടുക്കണം, ഞങ്ങൾ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്, ഷെയർ അക്കൗണ്ട് എടുക്കണം എന്ന് പറഞ്ഞ് ഷെയർ അക്കൗണ്ട് എടുത്തു. എന്നിട്ട് ആ അക്കൗണ്ട് നമ്പറാണ് ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ അക്കൗണ്ട് പ്രകാരം ഇവര് എന്നെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിക്കുകയും അതിൽ ഷെയർ ആയിട്ട് എനിക്ക് അറിയാത്ത ഒരാളാണ് ഫിറോസ് എന്ന് പറഞ്ഞിട്ട് കൂടെ വന്ന എനിക്ക് അറിയാത്ത ഒരു വ്യക്തിയുമായിട്ടാണ് ഈ അക്കൗണ്ട് ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സൈഫുള്ള എന്ന് പറയുന്ന ആളാണ് ഇതിന് ഷെയർ അക്കൗണ്ട് ഉള്ളത്. അപ്പൊ അതില് എനിക്കറിയാത്ത ആളാണ്. അപ്പൊ മൂപ്പരെ വെച്ച് ഫിറോസ് കുന്നപ്പറമ്പിൽ അവിടെ ബാങ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ 20ഓളം ചെക്കാനെ കൊണ്ട് ഒപ്പിടിച്ച് മേടിക്കുകയും എനിക്ക് ഈ ബാങ്കിന്റെ കാര്യങ്ങളൊന്നും എന്റെ കയ്യിൽ തരാതെ ഇതെല്ലാം ഇവര് തന്നെയാണ് ഇത്ര നാളും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്റെ കുട്ടിയുടെ ആവശ്യം കഴിയുന്നതിന് മുമ്പ് ഇവരെ പൈസ എടുക്കില്ല, വാക്കാൽ എനിക്ക് ഉറപ്പ് തന്നതാണ്. അപ്പൊ എന്റെ അടുത്ത് എഗ്രിമെന്റ് കാര്യങ്ങൾ എഴുതണം എന്ന് പറഞ്ഞപ്പോൾ ഞാനതിൽ എന്തൊരു ചെറിയ തോന്നിയത് കൊണ്ട് എഗ്രിമെന്റ് ഞാൻ ആക്കിയിട്ടില്ല. അതും കൂടെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ വേറെ ഇതിലേക്ക് എത്തിച്ചേരേണ്ട അവസ്ഥയിലായിരിക്കും. അപ്പം ഇവരുടെ അടുത്ത് നിങ്ങൾ പൈസ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലായിട്ടാണ് പൈസ ചോദിക്കുന്നത്. ആ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. കാരണം വെച്ചാൽ അതേ ഡേറ്റിലാണ് എന്റെ അക്കൗണ്ടിലേക്ക് അവർ പൈസ ആലത്തൂരിനാണ് ട്രാൻസ്ഫർ ചെയ്തേക്ക്. ഇവര് വാദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പൈസ മൊത്തം ഞാനാണ് മാനന്തവാടിയിൽ കൈകാര്യം ചെയ്തേക്കുന്നത്, എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്.
എന്റെ ചെക്ക് പ്രകാരം മൊത്തം എന്റെ 21ഓളം ചെക്ക് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. എന്റെ ഫെഡറൽ ബാങ്കിന്റെ ഒരു ചെക്കും ഈ കാനറ ബാങ്കിന്റെ 20ഓളം ചെക്ക്. ഇത് മൊത്തം മാറിയിരിക്കുന്നത് ഫിറോസ് കുന്നമ്മറിന്റെ നാടായ ആലത്തൂരിലാണ് മാറിയിരിക്കുന്നത്. ആലത്തൂരിൽ പോയിട്ട് എന്തായാലും ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. എന്റെ നാടായ മാനന്തവാടിയിൽ ബാങ്ക് ഇരിക്കുമ്പോൾ ഞാൻ ആലത്തൂർ പോയിട്ട് ഒരിക്കലും എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യില്ല. ഇന്നലത്തെ വാദം എന്ന് പറഞ്ഞാൽ ഈ 12 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇവർ ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ തന്നെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഇവര് തെളിവ് പുറത്തുവിട്ടേക്കുന്നത്. ജനങ്ങളൊപ്പം എന്റെ നേരെ തിരിഞ്ഞിട്ടാണുള്ളത്. എനിക്ക് വധഭീഷണിയുണ്ട്. ഇന്നലെ രാവിലെ മുതൽ എന്നെ കാറുകളിലായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിറോസിന്റെ അനുയായികൾ. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ പോകുന്ന വഴിയിലൂടെ എല്ലാം ഇവര് ഞങ്ങളെ ഇന്നലെ വൈകിട്ട് തന്നെ കുറെ പേര് വന്ന് ഫിറോസിന്റെ ആൾക്കാര്, അതായത് എന്റെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവർ ഇന്നലെ വീഡിയോ ഇട്ടത്. എന്റെ നാട്ടുകാർ ഇന്നലെ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഈ കണക്ക് കറക്റ്റ് ആണോ ചോദിക്കുമ്പോൾ ഫിറോസ് കുന്നമ്മറിൽ ലൈവ് കട്ടാക്കുന്നുണ്ട്. അതേപോലെ ഈ റഷീദ് നീലാംബരിയുടെ അടുത്തും കണക്ക് ചോദിച്ചിരുന്നത്. കണക്ക് ചോദിച്ചപ്പോൾ അവരും കട്ടാക്കി. ഇന്നലെ ലൈവില് അവർ സംസാരിച്ചില്ല കണക്കിനെ കുറിച്ച്. ഒരു വ്യക്തമില്ലാത്ത രീതിയിൽ എന്റെ നാട്ടിൽ പോയിട്ട് ചില നാട്ടുകാരെയും ഈ നാട്ടുകാരിൽപ്പെട്ട പള്ളി കമ്മിറ്റി ഇവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ അവർ വീഡിയോ ഇട്ടത്. ഇവർ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഇന്ന് വരെ അവർ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളുമായിട്ട് സംസാരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഇത് പോലീസ് സ്റ്റേഷൻ മുഖാന്തരം കൊണ്ടുപോകാനും അവർ തയ്യാറായിട്ടില്ല. അവര് ആദ്യം പറഞ്ഞ 17 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്തു. അന്ന് കിടക്കുന്ന എന്റെ അക്കൗണ്ടിൽ 26 ലക്ഷം രൂപ. ഈ ക്യാമറ കുട്ടിയെ വീഡിയോ ഇട്ട ക്യാമറ ബാങ്കിന്റെ അക്കൗണ്ടിൽ 26 ലക്ഷം രൂപയുടെ മെസ്സേജ് ആണ് എനിക്ക് വന്നത്. പക്ഷെ ഇവര് പറയുന്നു അത് വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഞങ്ങൾക്ക് 21 ലക്ഷം രൂപയുടെയാണ് കിട്ടിയത്. ഞങ്ങൾ ബാങ്കിൽ ഞങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഞങ്ങൾ കണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സംശയമുണ്ട്. അത് ബാങ്കിന്റെ ഡീറ്റെയിൽസ് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതിന് ശേഷം ഞങ്ങളത് പുറത്തു വന്നായിരിക്കും. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് കുന്നമ്മറിൽ ഞങ്ങള് വിളിക്കുമ്പോൾ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുമ്പോൾ, കുട്ടീനെ കൊണ്ട് അഡ്മിറ്റ് ആയി ഹോസ്പിറ്റലിൽ വിളിക്കുമ്പോൾ ഇവർ 50,000 ഇങ്ങനെയൊക്കെയാണ് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. പിന്നെ വന്ന് ലാസ്റ്റ് ടൈമിൽ വീഡിയോ ക്ലോസ് ചെയ്തിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോകാൻ നേരത്ത് എന്റെ അക്കൗണ്ടിലേക്ക് 7,25,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു. ഒറ്റയടിക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഈ കുട്ടിയുടെ പേരിലിട്ട അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തിട്ട് അതിൽ നിന്നും എന്റെ ഫെഡറൽ ബാങ്കിന്റെ ചെക്ക് കൊണ്ടുപോയിട്ട് ഇവര് ആലത്തൂരിലാണ് മാറിയിട്ടുള്ളത്. അല്ല, 7 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോ? 5 ലക്ഷം അല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ല, 7 ലക്ഷം രൂപ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ 7,25,000 രൂപ അക്കൗണ്ടിൽ കേരള ബാങ്കിൽ അത് മുഴുവൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്തിട്ട് അന്നേരം തന്നെ എന്റെ ഫെഡറൽ ബാങ്കിന്റെ ചെക്ക് ഇവര് സൈൻ ചെയ്ത് മേടിച്ചു. 2 അതൊന്നും ഈ പൊതുസമൂഹത്തിനോ നാട്ടുകാർക്കോ അറിയില്ല. കാരണം അക്കൗണ്ട് ക്ലോസ് ചെയ്തതിനു ശേഷം 2,40,000 രൂപ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചെക്ക് മേടിച്ചിട്ട് പോയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് 2 തരത്തിലാണ് ഇവിടെ തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഇദ്ദേഹത്തിൽ നിന്നും ബലമായിട്ട് ലൈവ് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ ദയനീയ അവസ്ഥയെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ലൈവ് ചെയ്ത ഇത്രയും ലക്ഷങ്ങൾ വരും, എത്രയും പെട്ടെന്ന് ഈ ബ്ലാങ്ക് ചെക്കുകളിലൊക്കെ സൈൻ ചെയ്തു എന്ന് പറഞ്ഞ് ബ്ലാങ്ക് ചെക്കുകളിൽ സൈൻ ചെയ്ത് മേടിച്ചിട്ട് പോവുക. അതിനുശേഷം എവിടെയോ ഇരുന്നു കൊണ്ട് ഈ പണം മാറുക. പണം മാറിയതിനു ശേഷം ഇവർക്ക് പണം ചോദിക്കുമ്പോൾ, ഇവർക്ക് ഹോസ്പിറ്റലിൽ പണമില്ലാതിരിക്കുമ്പോൾ 2, 3, 5, 10 പ്രാവശ്യം വിളിച്ച് കരഞ്ഞതിനു ശേഷമാണ് 50,000, 1 ലക്ഷം രൂപ ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അവസാനം ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിനു ശേഷം ഈ വരുന്ന ബാലൻസ് എമൗണ്ട് കംപ്ലീറ്റ് ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് വീണ്ടും എത്ര ലക്ഷം രൂപയുടെ ചെക്കാണ് മേടിച്ചിട്ട് പോയത്? ഫെഡറൽ ബാങ്കിന്റെ കുട്ടിക്ക് എന്താണ് അസുഖം? കുട്ടിയുടെ അസുഖം ആകെ എത്ര പൈസ വേണം? ഏത് ഡോക്ടറാണ് അതിന്റെ ബില്ലുകളെല്ലാം ഇത് മുഴുവൻ ബില്ലുകളാണ് സാർ. പറഞ്ഞാൽ മതി, നിങ്ങൾ പറഞ്ഞാൽ മതി. എന്തായിരുന്നു അസുഖം? എവിടെയായിരുന്നു ട്രീറ്റ്മെന്റ്? അസുഖം കുട്ടിക്ക് വൻകുടല് വളർച്ചയില്ലാത്തായിരുന്നു അസുഖം. വൻകുടലിന് ഞരമ്പുകളും കാര്യങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് ഈ രീതിയിൽ കുടലെടുത്ത് പുറത്ത് വെച്ച രീതിയിൽ, ചെറുകുടലെടുത്ത് പുറത്ത് വെച്ച രീതിയിലായിരുന്നു ഫിറോസ് കുന്നമ്മറിൽ വരുമ്പോൾ. അങ്ങനെയാണ് ഞങ്ങൾ മിംസ് ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷമാണ് പുള്ളി വരുന്നത്. വന്നു കഴിഞ്ഞതിന് ശേഷം കുട്ടീനെ എവിടെ അഡ്മിറ്റ് ആക്കിയത്? മിംസ് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആക്കിയത്. അവിടുന്ന് ഡോക്ടർ എബ്രഹാം മാമനാണ് കുട്ടിയുടെ ചികിത്സ നടത്തിയത്. എത്ര കാലം ചികിത്സിച്ചു? ഏകദേശം 1.5 കൊല്ലത്തോളം അവിടെ തന്നെ ചികിത്സയിലായി. എത്ര രൂപ ഇപ്പൊ ചെലവായിട്ടുണ്ട്? 14 ലക്ഷം രൂപയോളം ചെലവായിട്ടുണ്ട് ഇതുവരെ. അതില് ഫിറോസ് കുന്നമ്മറിൽ ഈ വാദിക്കുന്ന പൈസയിൽ എനിക്ക് ആ 14 ലക്ഷം രൂപ നല്ല രീതിയിലാക്കാൻ വേണ്ടി 14 ലക്ഷം കഴിഞ്ഞതോടെ കുട്ടി റെഡിയായി? ഇല്ല. കുട്ടിയുടെ ട്രീറ്റ്മെന്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണ രൂപത്തിലായി. ഏത് ഘട്ടത്തിലാണ് ഫിറോസ് കുന്നമ്മറിന്റെ സഹായങ്ങൾ ആവശ്യപ്പെടുന്നത്? ആദ്യം കുട്ടിക്ക് ഈ അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിച്ചപ്പോൾ എത്ര പൈസ വേണമെന്നാണ് പറഞ്ഞത്? അന്ന് ഓപ്പറേഷന് മാത്രമായിട്ട് 7 ലക്ഷം രൂപയാവുമെന്നാണ് പറഞ്ഞത്.
സർജറിക്ക് മാത്രം. അതേസമയം ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോ അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി പണം ആവശ്യമുണ്ട്, ഭീമമായ ലക്ഷങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ലൈവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ടത് 7 ലക്ഷമാണ്. അല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ട 7 ലക്ഷം അല്ല, കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചികിത്സ കഴിഞ്ഞതിന് ശേഷം ബാലൻസ് എമൗണ്ട് വന്നാണ് ചികിത്സയ്ക്ക് പറയുമ്പോ ആ ചികിത്സയ്ക്ക് എത്ര പണം വേണമെന്ന് അറിയില്ലേ? അല്ല, ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ടുള്ള പ്രോബ്ലം ആണ്. ഇപ്പൊ വർഷയുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞ വർഷയുടെ അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നടന്നു. അതിന് 1,30,00,000 രൂപയുടെ ആവശ്യമൊന്നുമില്ല. അന്ന് ഞങ്ങൾ ഫിറോസ് കുന്നമ്പറമ്പിലെ കൂടെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരാളാണ് ഞാൻ. കാരണം അന്ന് ഇത്രയും ലക്ഷം 1 കോടി രൂപയൊന്നും ഒരു വർഷം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ചികിത്സയുടെ ആവശ്യം കഴിഞ്ഞാൽ 10, 20 ഒരു ട്രീറ്റ്മെന്റിന് ഏകദേശം ഒരു 7 ഹോസ്പിറ്റലിൽ ഡോക്ടർ പറയും അതിന് ഇത്ര ലക്ഷമാണ് പറയുന്നത്. അങ്ങനെ ആ ലക്ഷമാണ് നിങ്ങൾ ഇവരോട് ആവശ്യപ്പെടുന്നത്. ഇതിനു മുമ്പും ഇവരുടെ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് ഒരു ഹന ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. ആ കുട്ടിക്ക് എസ്റ്റിമേറ്റ് പ്രകാരം ഏകദേശം 18 ലക്ഷം രൂപയോളാണ് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം ഇവരുടെ അക്കൗണ്ടിലേക്ക് ഏകദേശം 45 ലക്ഷം അങ്ങനെ എന്തോ വന്നു. അതിനുശേഷം ഇദ്ദേഹം ഈ 18 ലക്ഷം രൂപ മാറ്റിയിട്ട് ബാക്കിയുള്ള എമൗണ്ട് എല്ലാം പിരിച്ചു കൊടുക്കും. പിരിച്ചു കൊടുത്തതിന് ശേഷം ഈ എസ്റ്റിമേറ്റ് കൊടുത്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ വന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, വീണ്ടും ലൈവ് ഇട്ടു. കാരണം ഈ പൈസ ബാലൻസ് വന്ന തുക കൊടുക്കാനില്ല, അതുകൊണ്ട് വീണ്ടും ലൈവ് ഇട്ടു. അത് ആ കൊടുത്തിട്ട് തന്നെ മറ്റൊരു കുട്ടിയുടെയും ഏകദേശം 1 കോടിയോളം വന്ന ഒരു കുട്ടിയുടെയും രണ്ടാമത് ലൈവ് ഇടേണ്ടി വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്. കാരണം ഈ ഹോസ്പിറ്റലിൽ എസ്റ്റിമേറ്റ് കൊടുക്കുന്ന തുക കൃത്യമായിരിക്കില്ല. അവർ എസ്റ്റിമേറ്റ് കൊടുക്കുന്നത് നിലവിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അത് ക്ലിയർ ചെയ്യാനുള്ള എസ്റ്റിമേറ്റ് അദ്ദേഹം തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ഇത് വേണമെങ്കിൽ കൂടാൻ കുറയാന്നുള്ളത് ഏതൊരു അതായത് ഈ ചികിത്സയെ കുറിച്ച് അറിയാത്ത ഒരാളല്ല ഫിറോസ് കുന്നമ്പറമ്പിൽ, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. ഇതിൽ പറയുന്ന കാര്യം ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം സഞ്ജയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഫിറോസിനെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തട്ടിപ്പ് നടത്താൻ അവസരം ഉണ്ടാകുന്നത് അയാൾക്ക് ഇഷ്ടംപോലെ പൈസ തിരിച്ചെടുക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോഴാണ്. ട്രീറ്റ്മെന്റിന് എത്രയാണോ ഡോക്ടർ ഹോസ്പിറ്റൽ എത്രയാണോ പറയുന്നത് ആ പൈസ മതിയെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പൊ നടന്ന സംഭവങ്ങളിൽ മൊത്തം അങ്ങനെയാണ്. ഇപ്പൊ 5 ലക്ഷം വേണ്ടത് ഫിറോസ് നമുക്ക് 50 ലക്ഷം തിരിച്ചെടുക്കും അല്ലേ? അപ്പൊ അതാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അവസരം ആരാണോ സാധാരണഗതിയിൽ ലൈവ് ഇട്ട ശേഷം കോടികൾ വന്നിട്ട് ഈ രോഗിയുടെ ട്രീറ്റ്മെന്റിന് ഇത്ര, വീട് വെക്കാൻ ഇത്ര, കുട്ടിയുടെ കല്യാണം നടത്താൻ ഇത്ര, മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഇത്ര എന്ന് പറഞ്ഞിട്ട് ബാലൻസ് തുക അവർക്ക് കൊടുക്കുകയും അതിൽ നിന്ന് ബാലൻസ് ഭീമമായിട്ടുള്ള തുകകൾ വരുമ്പോൾ 1 കോടി 1.5 കോടി വരുന്ന സമയത്ത് അതിൽ നിന്ന് ബാലൻസ് ആയിട്ട് 1 കോടി രൂപ വരെ, അതായത് ഒരു പാലക്കാടുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ലൈവ് ഇട്ടിട്ട് അതിൽ 82 ലക്ഷം രൂപ വന്നു. ആ കുട്ടി വിഷം കഴിച്ചിട്ട് ആത്മഹത്യാ ശ്രമം നടത്തിയ കുട്ടിക്ക് വേണ്ടിയിട്ട് 82 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നു. ആ കുട്ടിക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ് ആ ലൈവ് ഇട്ടത്. ആ കുട്ടിയുടെ ഡെത്ത് സമ്മറി കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ 82 ലക്ഷം രൂപ അടിയോടുകൂടി 2 ലക്ഷം രൂപ അമൃതയിൽ ബില്ലടച്ചിട്ട് 80 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയ ആളാണ് ഫിറോസ് കുന്നമ്പറമ്പിൽ. അക്കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സംഭവത്തില് പിന്നെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് എന്താണ് നിങ്ങളുടെ പരാതി? പരാതി എന്ന് പറഞ്ഞാൽ ഫിറോസ് കുന്നമ്പറമ്പില് ഈ ജനങ്ങൾ തന്ന പൈസ ഞാൻ തന്നെയാണ് ചെലവാക്കിയെന്ന് പറഞ്ഞ് വാദിക്കുന്നുണ്ട്. പല വീഡിയോയിലും കിടന്ന് തന്നെ വധഭീഷണി വരെ മിനിയാന്ന് മുടക്കിയാൽ നിങ്ങൾ കണ്ടു കാണും. എന്റെ രോഗിയായ കുട്ടി എന്ന് പറയുന്ന ഈ 2 വയസ്സുള്ള കുട്ടിയാണ്. വധഭീഷണി വരെ ഞങ്ങൾക്ക് മുടക്കി, ഞങ്ങൾക്ക് ജീവന് ആപത്താണ്, അങ്ങനത്തെ രീതിയിലൊക്കെ കോളുകൾ വന്നു. കാരണം ഫോണിൽ തന്നെ എത്ര കോളുകൾ വന്നിട്ടുണ്ട് ഇന്നലെ മുതൽ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാൽ അറിയാം. എന്നുവെച്ചാൽ മൊത്തം രീതിയിൽ ഞങ്ങൾക്ക് ഭീഷണിയും കാര്യങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് സത്യാവസ്ഥ ജനങ്ങൾ അറിയണം. ഞങ്ങൾ ഈ പൈസ എടുത്ത് ഞങ്ങളുടെ ആവശ്യം ദൂർത്തടി ചെലവാക്കിയതല്ല. എന്റെ കയ്യിൽ കംപ്ലീറ്റ് ബില്ലുകളുണ്ട്. ഇവര് വീഡിയോ ഇട്ടന്ന് മുതലുള്ള ബില്ലുകൾ ഞാൻ ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. ഇവരെന്തുകൊണ്ട് ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ജനങ്ങളുടെ മുമ്പിൽ പോയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞങ്ങളുമായിട്ട് ഇത് തീർക്കുന്നില്ല, തീർക്കുന്നില്ല. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കള്ളനാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് ഒരിക്കലും നാട്ടുകാരുടെ പൈസ കൊണ്ട് ഞങ്ങൾ കള്ളനായിട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഫിറോസ് കുന്നമ്പറമ്പില് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാ തെറ്റാണ്. ഞങ്ങൾ പരാതിയായിട്ട് മുമ്പോട്ട് ഇതിന്റെ നിയമം ഇത് എന്തായാലും സത്യം പുറത്തു കൊണ്ടുവരുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ എത്ര രൂപയാണ് ഈ അക്കൗണ്ടിലേക്ക് വന്നത്? സ്റ്റേറ്റ്മെന്റ് പ്രകാരം നിങ്ങൾക്ക് ഇത് കണ്ടാൽ പറയൂ. 21,43,548 രൂപ. 21,43,548
അത് നിങ്ങൾക്ക് കിട്ടിയ പൈസ എത്രയാണ്? എനിക്ക് കിട്ടിയ പൈസ 9 ലക്ഷം രൂപ. 9.5 എന്റെ 9 ലക്ഷം ട്രാൻസ്ഫർ ആണ് ഫെഡറൽ ബാങ്കിൽ നിന്ന് ഈ അക്കൗണ്ടിൽ നിന്ന് എന്റെ ഫെഡറൽ 9.5 ബാങ്കിലേക്ക് 9.5 ലക്ഷം രൂപയാണ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. എന്റെ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി ഉണ്ടോ? ഇനി എത്ര രൂപ അക്കൗണ്ടിലുണ്ട് പിൻവലിക്കാത്ത തുക? ഇല്ല, അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഇവർ 17 ലക്ഷം രൂപയെ വന്നിട്ടുള്ളൂ എന്ന് പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവര് ഫേസ്ബുക്കിൽ ലൈവോട് കൂടി ഇത് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത് ആഴ്ചകൾക്ക് ശേഷമാണ് ബാങ്കിൽ വന്ന് ഇവർ അക്കൗണ്ട് ക്ലോസ് ചെയ്തത്. ഇവരുടെ മോഡ് ഓഫ് ഓപ്പറേണ്ടി എന്ന് പറഞ്ഞാൽ ഇവർ ഫേസ്ബുക്ക് ലൈവിൽ പറയുന്ന കാര്യങ്ങളിൽ പണം വരാനുള്ള കാര്യങ്ങൾ നന്നായി ബൂസ്റ്റ് ചെയ്ത് പണം കൊടുത്ത് ബൂസ്റ്റ് ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുകയും പണം വന്നതിന് ശേഷം വെറുതെ ഒരു പോസ്റ്റർ അടിച്ചിടും, ഇത്ര ലക്ഷം രൂപ വന്നു, ഇനി ആരും പണം അയക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആഴ്ചകൾക്ക് ശേഷം പോയിട്ടാണ് ബാങ്ക് ക്ലോസ് ചെയ്തത്. ഡെബിറ്റ് ഫ്രീസും ക്രെഡിറ്റ് ഫ്രീസും സംവിധാനങ്ങളും ഒക്കെ ഉള്ള ബാങ്കിങ് സിസ്റ്റത്തില് ഇവരൊരു ക്രെഡിറ്റ് ഫീസോ ഡെബിറ്റ് ഫ്രീസോ ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഈ 9 ലക്ഷത്തിന്റെ ബാക്കി വരുന്ന തുക ട്രാൻസ്ഫർ വേറെ ആളുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യാണോ ചെയ്തിട്ടുള്ളത്? ആർക്ക്? ആർക്കാണെന്ന് എനിക്കറിയില്ല. അക്കൗണ്ടിൽ കാണുന്ന ലിസ്റ്റ് പ്രകാരം ഇതിൽ ഒരു 5 പേർക്ക് ഇവർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 5 ലക്ഷം രൂപയും ഒരാൾക്ക് 1 ലക്ഷം രൂപയും ഒരാൾക്ക് 2 ലക്ഷം രൂപയും പിന്നൊരാൾക്ക് 1 ലക്ഷം രൂപയും ഇവർ മാറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനമായി ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 7,43,198 രൂപ 16 പൈസ ഇതിൽ ബാക്കിയുള്ളത് വരുമ്പോൾ 5 ലക്ഷം രൂപ ഈ പറഞ്ഞ ഇയാൾക്ക് നൽകുകയും സഞ്ജയ്ക്ക് നൽകുകയും 2,43,000 രൂപയുടെ ചെക്ക് ഫിറോസ് കുന്നമ്പറമ്പിൽ നേരിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ആർക്കാണ് നൽകിയത്? ആ 2,43,000 രൂപ ആർക്കാണ് നൽകിയത് എന്ന് അവർ വെളിപ്പെടുത്തുന്നില്ല. മറിച്ച് ബാക്കി വരുന്ന ഒരു 8 ലക്ഷം രൂപയോളം ഇന്ന ആളുകൾക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നു. രാജു എന്ന് പറയുന്ന ഒരാൾക്ക് 5 ലക്ഷവും അതുപോലെ ലിത എന്ന് പറയുന്നവർക്ക് 2 ലക്ഷവും ഒക്കെ മാറ്റിക്കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇവരുടെ ഫോൺ നമ്പറോ ഇവർ രോഗിയാണോ എന്നുള്ളതൊന്നും ഇവർ വെളിപ്പെടുത്തുന്നതായിട്ടും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു അവ്യക്തത നമുക്ക് കാണുന്നുണ്ട്. ഏകദേശം ഈ 9.5 ലക്ഷം കഴിഞ്ഞിട്ട് ഏകദേശം 11 ലക്ഷം രൂപയോളം ആർക്ക് വേണ്ടി ചെലവഴിച്ചു, ആരാണ് രോഗി എന്നത് ഫിറോസ് നമ്പറിൽ ഇന്ന് വരെ വെളിപ്പെടുത്തിയിട്ടില്ല. 12 ലക്ഷം. വ്യക്തതയില്ലാത്ത ലൈവിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു പള്ളി കമ്മിറ്റിയെ പോലും കൂടെ നിർത്തിക്കൊണ്ട് ഒരു വ്യക്തതയും ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും ഇതിൽ വരുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കെ ഈ കമ്മിറ്റിയുടെ അറിവോട് കൂടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തതെന്നും ഇന്നലെ വൈകുന്നേരം നാട്ടുകാരെ വിളിച്ചു കൂട്ടി പറഞ്ഞത് ശരിക്ക് തെറ്റാണെന്നാണ് അവിടുത്തെ പല നാട്ടുകാരും സംസാരിക്കുന്നത്, അല്ലേ? അപ്പോ ഫിറോസ് കുന്നമ്പറമ്പിൽ തന്നെ ഇത് തിരുത്തി പറയുകയും ഈ ഫാമിലിയുമായി വന്നുകൊണ്ട് അവരുടെ മുന്നിലിരുത്തി, കാരണം ഇവരുടെ ഈ കുട്ടിയുടെ ദയനീയ അവസ്ഥ കണ്ടിട്ടാണല്ലോ ജനങ്ങൾ പൈസ അയച്ചു കൊടുത്തത്. ഞാനും ഇതുപോലെ ലൈവ് വീഡിയോ ചെയ്യുന്ന ആളാണ്. അപ്പൊ ട്രാൻസ്പെറൻസി ഇല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഒരു ലൈവ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ലൈവ് വീഡിയോ എങ്ങനെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്നും എങ്ങനെ കണക്ക് കാണിക്കണമെന്നും ഇന്ന് PDF സിസ്റ്റവും ആപ്ലിക്കേഷൻ സിസ്റ്റവും ഒക്കെ ഉള്ളപ്പോ ജനങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായി എത്താൻ പറ്റും. കാരണം ഇതിൽ ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട് സർ. ഒരുപാട് പൈസ അടിയിലൂടെ, അതായത് ഇവരുടെ മോഡ് ഓഫ് ഓപ്പറേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ രോഗികൾക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ ഇവരുടെ ഏജന്റുമാർ പോയിട്ട് രോഗികളിൽ നിന്ന് പണം മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിൽ തെളിവുകളുണ്ട്. അതായത് ഇപ്പം ഈ രോഗിയുടെ പണം വന്നതിന് ശേഷം ഇവർ 5 പേർക്ക് പണം വീതിച്ചു കൊടുക്കുകയാണ് മറ്റുള്ള രോഗികൾക്ക്. എന്നിട്ട് ഇവരുടെ ഏജന്റ് ആ 5 രോഗികളുടെ അടുത്ത് പോയിട്ട് പറയുന്നതാണ്, ഇന്നലെ വരെ നിന്റെ അടുത്ത് 400 രൂപയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നലെ ഫിറോസ് കുന്നമ്പറമ്പിൽ ഇത്രയും പണം കൊണ്ടു തന്നില്ലേ, അതിന് ഒരു എമൗണ്ട് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് മേടിച്ചു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം പോലും ഇവിടെ നടക്കുന്നുണ്ട്. മേടിച്ചതിന് തെളിവുകളുണ്ട്. നാളെ മറ്റന്നാളായിട്ട് ഞങ്ങൾ ആ വിഷയമായി ലൈവിൽ വരുന്നുണ്ട്. 10,000 രൂപ കമ്മീഷൻ അടിസ്ഥാനത്തിൽ 2 ലക്ഷം രൂപ. എന്റെ പേര് ഹക്കീം. ഞാന് മൂപ്പര് ഈ ഓരോ മണി ചെയിൻ അങ്ങനെയുള്ള തട്ടിപ്പും കാര്യങ്ങളും ഞാൻ ഫേസ്ബുക്കിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. മൂപ്പര് അത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് ഞാൻ ഫിറോസ് കുന്നമ്പറമ്പിന്റെ കുറെ തവണ ഞാൻ വിളിച്ചു. എനിക്ക് ഇനിയും ഫണ്ട് ആവശ്യമുണ്ട്, കുട്ടിയുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ അവര് പറയുന്നത് നിങ്ങൾ അക്കൗണ്ടിൽ വന്നത് നിങ്ങൾ തന്നെ ദൂർത്തടിച്ചെന്ന് പറഞ്ഞാൽ എന്നെ കുറെ ഭീഷണിപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അതിന്റെ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. ഞാൻ വിളിച്ചപ്പോ പുള്ളി ഇനി ഫണ്ട് അങ്ങനെ ഒരു രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ മൂപ്പരെ അറിയിച്ചത്. എന്റെ ഇങ്ങനെ ഒരു ഫണ്ട് ക്രമക്കേട് ഞാൻ അങ്ങോട്ട് ബന്ധപ്പെട്ടാണ്. എന്റെ പഴയൊരു തൃശ്ശൂർ ജില്ലയിലെ ഇതുപോലെ സലീമുക്കയുടെയും താമിരാത്താടെയും എന്റെ കുട്ടി ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICU തന്നെ ആയിരുന്നു.
കൂടുതലും ഇതായത്. കാരണം വെച്ചാൽ അത്രയും സിറ്റുവേഷൻ മോശമായിരുന്നു കുട്ടിയുടെ. ഈ ഓപ്പറേഷൻ കഴിയുന്നത് ഈ വീഡിയോ ഇട്ട് 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പറേഷൻ കഴിയുന്നത്. അതുവരെ കുട്ടി ട്രീറ്റ്മെന്റിലാണ്. കാരണം വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൽ വെയിറ്റ് പറഞ്ഞു. ആ വെയിറ്റ് ആകുന്നതോറും ഇവര് പല പ്രശ്നങ്ങൾ വരികയാണ്. അതായത് ജലാംശം കുറയുന്നു, അങ്ങനെ പല പ്രശ്നങ്ങൾ വന്ന് കുട്ടി അഡ്മിറ്റ് ആയിക്കൊണ്ട് ഞങ്ങള് പോവുക വരിക തന്നെയായിരുന്നു. ഈ പോകുന്നതിലൊക്കെ ഈ എനിക്ക് വേണ്ടി അയച്ചു തന്ന പൈസന്റെ ബില്ലുകൾ അതേപോലെ കോഴിക്കോട് മിംസിലാണ്. കോഴിക്കോട് മിംസിലാണ്. എനിക്ക് തന്ന പൈസ എങ്ങനെ റെഡി ആയിട്ട് അവരുടെ സർക്കാർ പോലും നടത്താതെ 1.5 ലക്ഷം രൂപ ചെലവായി. 1.5 ലക്ഷം രൂപ. തുടർ നടപടി ഞങ്ങൾക്ക് പോലീസിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഫണ്ട് ആർക്കൊക്കെ അവർ കൊടുത്തതെന്നുള്ള അവർ തെളിയിക്കണം. പിന്നെ എന്റെ ഭാഗത്ത് ഞാൻ ഇത്ര ഫണ്ട് മേടിച്ചിട്ടുള്ളൂ എനിക്ക് തെളിയിക്കണം. കാരണം ഇതില് കുറെ പൈസ ഞാൻ അറിയാതെ തന്നെ മിസ്സായിട്ടുണ്ട്. അത് കൊടുത്തെന്ന് പറയുന്നല്ല, നമുക്ക് അറിയത്തില്ല ഇത് ആർക്കാണ് കൊടുത്തത്, എന്തിനാണ് ഇത് കൊടുത്തത്. ഇവരുടെ നാട്ടിലാണ് എന്റെ കംപ്ലൈന്റ് ചെക്ക് മാറിയത്. പക്ഷെ ഇവര് വാദിക്കുന്നത് ഞാൻ എന്റെ നാട്ടിലാണ് മാറിയിരിക്കുന്നതാണ് ഇവര് വാദിക്കുന്നത്. അവസാനം ഇവർ നടത്തുന്ന ഒരു പ്രചരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കിട്ടിയ തുക, ആദ്യം ലഭിച്ച തുക ഏകദേശം 10 ലക്ഷം രൂപ 9.5 ലക്ഷം രൂപയോളം ദൂർത്തടിച്ച് കാറും എടുത്തുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ പോയി ഐസ്ക്രീം കഴിച്ച് ചെലവഴിച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതിന് പകരമായിട്ട് ആ കുട്ടിക്ക് 2017 സ്റ്റാർട്ടിങ് 2017 മുതലുള്ള 2019 മുതലുള്ള മുഴുവൻ രേഖകളും, അതായത് ആ കുട്ടിക്ക് വേണ്ടി വാങ്ങിയ തുണിക്കടയിൽ നിന്ന് വാങ്ങിയ ഒരു തോർത്ത് മുണ്ടിന്റെ ബില്ല് അടക്കമുള്ള ലിസ്റ്റുകൾ ഇതിന്റെ ഇവിടെ രേഖകളായിട്ടുണ്ട്. ഏകദേശം 11 ലക്ഷം രൂപ മമ്മൂട്ടി, പ്രശസ്ത നടൻ മമ്മൂട്ടി 50,000 രൂപ കൊടുത്തത് അടക്കമുള്ള 11 ലക്ഷം രൂപയുടെ കണക്കുകൾ മുഴുവനായിട്ടും ഇവിടെ രേഖയായി നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് ഇവർ പറയുന്നത് ദൂർത്തടിച്ച് ഐസ്ക്രീം കഴിച്ച് ബ്യൂട്ടി പാർലറിൽ പോയി ചെലവഴിച്ചു എന്ന് അവകാശപ്പെടുന്നത്. ആ മുഴുവൻ രേഖകളും ഇവരുടെ കയ്യിലുണ്ട്. ഇത് ഇന്ന് പോലീസ് ഓഫീസർമാർക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതിൽ ഒരൊറ്റ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മാനന്തവാടി ഏജന്റുമാരുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. മാനന്തവാടി നിങ്ങൾ അറിയുന്ന ഏജന്റ് ആരാണ്? അവരാണോ നിങ്ങൾ ഇയാളെ പരിചയപ്പെടുത്തി തന്നെ? അവർ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടോ? അതില് കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം ഇവരൊക്കെ വന്നിട്ടുണ്ട്. കാരണം വീഡിയോ എടുക്കാൻ വന്ന 10-20ഓളം പേരാണ് വന്നത്. 3 വാഹനത്തിലാണ് അവർ വന്നത്. അവരൊക്കെ ആ നാട്ടുകാരനായിരുന്നു അല്ല. അതില് ഒരാള് 2 പേര് മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ എനിക്ക് അറിയുന്നത്. ഒന്ന് യാദൃശ്യമായിരുന്നു. ഈ മഹല്ല് കമ്മിറ്റിനെ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ. നിങ്ങളിപ്പോ ഏതെങ്കിലും മഹലിൽപ്പെട്ട ആളാണോ? അല്ല, പിന്നെ എന്തിനാണ് ഇവര് മഹല്ല് കമ്മിറ്റിനെ പെടുത്തിയത്? പെടുത്തിയത് പറഞ്ഞാൽ എന്റെ വീടിന്റെ അടുത്തുള്ള ജനങ്ങളാണ്. എന്റെ വീടിന്റെ 1 കിലോമീറ്റർ ചുറ്റുമുള്ള ആൾക്കാരാണ് ഇത്. ഈ ഇന്നലെ വന്ന് പ്രശ്നങ്ങൾ വന്ന് ഇടപെട്ടത് കാര്യങ്ങളൊക്കെ. ഇപ്പൊ കുട്ടി മെഡിക്കൽ കോളേജിലായിരുന്നു. ഇപ്പൊ ആദ്യം അവർ സഹായിച്ചിരുന്നു. മഹല്ല് കമ്മിറ്റി ഞങ്ങൾ സഹായിച്ചിരുന്നു. മഹല്ല് കമ്മിറ്റിയിൽ പോയിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് 12 ലക്ഷം രൂപ ഞാൻ അതിന്റെ ട്രാൻസാക്ഷൻ നടത്തി എന്നും പറഞ്ഞാണ് വീഡിയോ. പക്ഷെ എന്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിന്റെ ചെക്ക് ഇവര് ഒപ്പിട്ട് മേടിച്ചു കൊണ്ടായിട്ട് ഇവരെ ആലത്തൂർ നിന്നാണ് മാറിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആക്രമിക്കാൻ ശ്രമിച്ചതായിട്ടുള്ള അതിനെ കുറിച്ച് പറയാനുള്ളത്, ഇന്നലെ ഒരു ഇറച്ചി വെട്ടുകാരനായ ഞങ്ങളുടെ പിന്നാലെ ആൾക്കാർ വിഷയവുമായി അദ്ദേഹത്തോട് ഞങ്ങൾ കണക്ക് മാത്രമേ ചോദിച്ചുള്ളൂ. ഈ ഒരു വിഷയത്തിൽ കണക്ക് ചോദിച്ച് ഞങ്ങൾ വീഡിയോ ഇട്ട സമയത്ത് അതിന് മറുപടി എന്നോണം അദ്ദേഹം ലൈവിൽ വന്ന് 17 ലക്ഷം രൂപയുടെ കണക്ക് വീണ്ടും ആവർത്തിക്കുകയും അതിനുശേഷം ഇത്തരം ആരോപണങ്ങളുമായിട്ട് വരുന്ന ആളുകളെയും ഇതുപോലുള്ള രോഗി എന്ന് ഉദ്ദേശിച്ച രോഗി അതാ ആ കുട്ടിയുടെ രോഗി, ആ പിഞ്ചു കുഞ്ഞിനെ പൊതുനിരത്തിൽ വെച്ച് പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊല്ലണമെന്ന് വളരെ വൃത്തിഹീനമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം ആഹ്വാനം ചെയ്യണം. 10 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരാള്, അതായത് ഒരു പ്രഭാവലയത്തിൽ നിൽക്കുന്ന വലിയൊരു നന്മപരമായിട്ട് പടർന്നു നിൽക്കുന്ന ഒരാള് ആഹ്വാനം ചെയ്യാണ് തന്റെ അണികളോട് ഇവരെ പൊതുനിരത്തിൽ വെച്ച് തല്ലിക്കൊല്ലണമെന്ന്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ അദ്ദേഹം ഇവരുടെ നാട്ടിൽ പോയിട്ട് ആ നാട്ടിലുള്ള മഹല്ല് കമ്മിറ്റിയെയും അവിടെയുള്ള ആളുകളെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ 17 ലക്ഷത്തിൽ നിന്ന് മാറിയിട്ട് 21 ലക്ഷത്തിന്റെ ഒരു ഒഴുക്കൻ കണക്കുകൾ അവതരിപ്പിച്ച് ഇത് കേൾക്കുന്ന ആളുകൾ, ഇദ്ദേഹത്തിന്റെ ഒരു ഫോളോവേഴ്സിന്റെ ഒരു എണ്ണം അനുസരിച്ച് ഇത് കേൾക്കുന്ന ആളുകൾ തലയാട്ടി കൊടുക്കുക. ആ പറയുന്നതിന് ലക്ഷം അതിനുശേഷം ഇപ്പോഴാണ് അവർക്ക് സംശയങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഈ ആളുകളെ എല്ലാം ഇളക്കിക്കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ കുറച്ച് ഗുണ്ടകളെയും കൂട്ടി ഇന്നലെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക്, കത്തിയടക്കം അവരുടെ കയ്യിലുണ്ടായിരുന്നു, മാരകായുധങ്ങളുമായിട്ടാണ് അതിൽ പല ആളുകളും, അത് കൂട്ടത്തിലുള്ള എല്ലാവരും പറയുന്നില്ല, നാട്ടുകാരായിട്ടുള്ള ജെനുവിനായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഇത് കൂടാതെ ഇദ്ദേഹത്തിന്റെ പക്ഷത്തുള്ള ഒരു 3-4 അറിയപ്പെടുന്ന ഗുണ്ടകൾ, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ കയ്യിലും അരയിലുമായിട്ട് ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അത് അവർ പുറത്ത് കാണിച്ചിട്ടില്ല, അവരുടെ അരയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ അരയിൽ ഒരാൾ കൈ പുറകിലേക്ക് വെച്ചിട്ട് ഈ കത്തിയിൽ പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് അകന്നു പോകാനും റൂമിനുള്ളിലേക്ക് കയറാനും ഞങ്ങൾ ഇതായത്. ഇതിപ്പോ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് 2-3 ചാരിറ്റി സംഘങ്ങൾ തമ്മിലുള്ള ഒരു കുടിപ്പക പോലെ
ഞാൻ ചാരിറ്റി ഇതുവരെ ചെയ്തിട്ടില്ല. ഒരിക്കലുമല്ല. നിങ്ങൾ ഇതുവരെ ചാരിറ്റി ചെയ്തിട്ടില്ല. ഞാൻ ഞാനൊരു എഴുത്തുകാരനാണ്. ബേസിക്കലി ഞാൻ ബേസിക്കലി ഒരു അദ്ദേഹത്തിനോട് കാര്യം ചോദിച്ചു. ഞാൻ ബിസിനസ്മാൻ ആണ്. ചാരിറ്റി എന്ന് പറയുന്നത് എനിക്ക് ബിസിനസ് അല്ല. ഞാൻ എന്റെ പണം സ്വന്തമായി അധ്വാനിച്ചിട്ട് കിട്ടുന്ന പണം കൊണ്ടാണ് ഞാൻ ചാരിറ്റി ചെയ്യുന്നത്. പിന്നെ ഈ ലൈവ് വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യമായി ചെയ്തത് ഒരു പൊള്ളിക്കിടക്കുന്നത് 110 kV ലൈനിൽ പൊള്ളിക്കിടക്കുന്ന പെരുമ്പാവൂരുള്ള അധീന മോളുടെ കേസാണ് മെഡിക്കൽ കോളേജിൽ വെച്ച് ഞാൻ കണ്ടതും അൺഎക്സ്പെക്ടഡ്ലി ഞാൻ ഒരു ലൈവ് എടുത്തിരുന്നതും അതിൽ 1,30,00,000 രൂപ വരുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും എല്ലാം ആ കുട്ടി രക്ഷപ്പെട്ടതിന് ശേഷം കാണിച്ചിട്ടുണ്ട്. ഇന്നും ആ കുട്ടിയുടെ തുടർ ചികിത്സ ഇവർക്കിപ്പോ നീതി കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ എവിടെയാണ് കേസ് കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തിട്ടുണ്ടോ? ചാരിറ്റി ചെയ്യുന്നത് ഒരു ക്രൈമല്ല. അതായത് നിങ്ങൾക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ ഫിറോസ് കുന്നംപുറം വരെ വരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഇത്രയും തുക നിങ്ങൾക്ക് കിട്ടി, ചികിത്സയുടെ ഒരു ഘട്ടം കഴിഞ്ഞു, ഇനി ബാക്കിയുള്ള ഘട്ടമാണ് പൂർത്തീകരിക്കാനാണ്. അപ്പൊ നിങ്ങളിപ്പോ ആവശ്യപ്പെടുന്നത് ഇവരുടെ കയ്യിലുള്ള ഈ പൈസ നിങ്ങൾ തിരിച്ചു കിട്ടണം, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന പൂർണ്ണമായിട്ട് തുക തിരിച്ചു കിട്ടണം എന്നാണ് നിങ്ങൾ പറയുന്നത്. മറ്റൊരു കാര്യം, ഇതേപോലെ പ്രയാസപ്പെടുന്ന അനേകമായിരം ആളുകളുണ്ട്. ഫിറോസ് കുന്നംപുറമിനാണ്, അദ്ദേഹമാകട്ടെ. അപ്പൊ ഇത്തരം ഒരു വിഷയങ്ങൾ സമൂഹത്തിൽ വല്ലാതെ ഇങ്ങനെ പർവ്വതീകരിച്ച് നിൽക്കുന്ന സമയത്ത് അവർക്ക് പോലും ചികിത്സാ സഹായം കിട്ടാത്ത ഒരു സാഹചര്യമല്ലേ വരിക? നമ്മുടെ നാട്ടില് ഈ പൈസ അവര് എനിക്കിപ്പോ കിട്ടിയതിനും കുഴപ്പമില്ല. ഈ പൈസ അവര് സ്വകാര്യമായിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് അവരെ തെളിയിക്കട്ടെ. ഇതിപ്പോ ഞാൻ ഇത് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്നെയാണ്. ഞാൻ എന്റെ കുട്ടിയും എന്റെ വൈഫും ഇത് ദൂർത്തടിച്ചു എന്നാണ് ഇവര് പറയുന്നത്. ഇത് ഈ പൈസ ഇവരെ നാട്ടിലാണ് ഈ പൈസകൾ തേച്ച് മാറിയിട്ടില്ല, മൊത്തം മാറി. എന്റെ മാനന്തവാടിയാണ് അക്കൗണ്ട് എന്റെ രണ്ടും കിടക്കുന്നത്. ഈ 2 അക്കൗണ്ടിൽ ഞാൻ ഈ പൈസ മാറിയിട്ടില്ല. ഇവരുടെ ആലത്തൂരിലാണ് ഈ പൈസ തേച്ച് മാറിയിട്ടുള്ളത്. ലാസ്റ്റ് ക്ലോസിംഗ് ടൈമിൽ വന്നിട്ട് ഇവർ 7 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിൽ നിന്ന് ഫെഡറൽ ബാങ്കിന്റെ ചെക്ക് മേടിച്ചുകൊണ്ട് 2 ലക്ഷം രൂപ ചെക്ക് അതും അവിടെ നിന്ന് തന്നെ മാറിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അവരുടെ നാട്ടിൽ പോയി ചെക്ക് മാറുന്ന അവസ്ഥ എനിക്കില്ലല്ലോ. ബാക്കിയുള്ള തുക ആർക്കാണ് കൊടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷയം ക്ലിയർ ആയി. വിഷയം ക്ലിയർ ആയിരുന്നല്ല, എന്റെ പേരിലുള്ള തെറ്റിദ്ധാരണ മാറ്റണമല്ലോ. ഇത്രയും ലക്ഷം രൂപയാണ് എനിക്ക് തന്നിട്ടുള്ളത്. പക്ഷെ അവരിപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മോക്ക് വേണ്ടി തിരിച്ച തുക നിങ്ങൾക്ക് ഇത്ര തുക തന്നു, ബാക്കി തുക അയാൾ ആർക്കും കൊടുത്തിട്ടുണ്ട്. 4 പേർക്ക് കണക്ക് മുമ്പിൽ പറഞ്ഞല്ലോ. ആ 4 പേര് നിങ്ങളെ പോലെ ഇങ്ങനെ പണം ആവശ്യപ്പെട്ടുള്ള ആളാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം സോൾവായോ? തെളിയിച്ചു കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവില്ല. എന്റെ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് ഇതുവരെ കഴിയില്ല. അവര് തമ്മിലുള്ള വാക്ക് പ്രകാരം എന്റെ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് കഴിയുന്നതിന് മുമ്പാണ് അവർ പൈസ പൂർണ്ണമായും നിങ്ങൾക്ക് തന്നെ കിട്ടണം. അങ്ങനെയല്ല സാർ, പൈസയുടെ വിഷയമല്ല. ഒരു ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പൊതുസമൂഹത്തിനോട് ആവശ്യപ്പെടുന്നത് ഈ കുട്ടിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ആവശ്യമുണ്ടെന്ന് അല്ല സർ, ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ്. ആ കുട്ടിയുടെ ചികിത്സ കഴിഞ്ഞതിന് ശേഷം ബാലൻസ് വരുന്ന എമൗണ്ട് ആണ് മറ്റുള്ള രോഗികൾക്ക് നമ്മൾ വീതിച്ചു കൊടുക്കുന്നത്. ഈ കുട്ടിയുടെ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 2 ലക്ഷം രൂപ വക മാറ്റി, അതിനുശേഷം 50,000 രൂപ വക മാറ്റി. ഈ കുട്ടിയുടെ ചികിത്സ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 35,000 രൂപ മുതൽ 40,000 രൂപ വരെ ഒരു മാസം ഇപ്പോൾ ഈ കുട്ടിക്ക് ആവശ്യമുള്ളപ്പോ ഒരു കൂലിപ്പണിക്കാരനായ ഇദ്ദേഹത്തിന് നാട്ടുകാരുടെ മുന്നിൽ നിന്നും ഒരു സഹായം കിട്ടാത്ത രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലൈവ് ഇടുന്ന ഫിറോസ് കുന്നംപറമ്പിനെയാണ് ഇവിടെ സംശയിക്കേണ്ടതും ചോദ്യം ചെയ്യപ്പെടേണ്ടതും. ഇദ്ദേഹത്തിന് ഈ നാട്ടുകാരവിടെ സഹായിക്കില്ല. ഒരു സമൂഹം കേരളത്തിൽ എവിടെ ഇദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റില്ല. 10 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഫിറോസ് കുന്നംപറമ്പിൽ മുടക്കിയിരിക്കുന്നത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ കൂടിയാണ്. ഇവർ ആത്മഹത്യ ചെയ്യാനാണ് പോകുന്നത്. ഇവർ പറയുന്നത് ഞങ്ങൾക്ക് എവിടെയും ജീവിക്കാൻ പറ്റുന്നില്ല. 3 ദിവസമായി ഇവർ ഹോട്ടലുകൾ മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇവര് തന്നെ 2-3 പ്രാവശ്യം പറഞ്ഞു. അതെ, ഞങ്ങൾ സ്ഥിരമായി ഇവരെ കൗൺസിൽ ചെയ്തതുകൊണ്ടാണ് 2-3 ദിവസം ഇവിടെ വന്ന് ഹോട്ടൽ താമസിക്കുന്നത്. സാറേ, ഇന്നലെ ഞങ്ങൾ ഞങ്ങൾ നിയമിച്ച വീഡിയോ എടുക്കാൻ പൈസ ഞങ്ങൾ ലംഘിച്ച നിയമം ഏതാണ്? ഞങ്ങൾ ലംഘിച്ച നിയമം അതെ, മാഫിയാണ് നടപ്പാക്കിയത്. ഞങ്ങൾ ലംഘിച്ച നിയമം ഏതാണ് അത് പറയൂ. മാഫിയെ ചൂണ്ടിക്കാണിക്കുന്നവർ മാഫിയാവില്ല. മാഫിയെ ചൂണ്ടിക്കാണിക്കുന്ന മാഫിയാവില്ല. ഇത് എന്റെ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിനെ ബാധിക്കുന്ന വിഷയത്തിനാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. ഇവര് വീഡിയോ
പറഞ്ഞൊരു വാക്കുണ്ട്. ഞങ്ങൾക്ക് ആ പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളോട്, നിങ്ങളുടെ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് കഴിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു തുക പോലും നിങ്ങളുടെ അനുവാദമില്ലാതെ പിൻവലിക്കില്ല എന്ന വാക്കിന്റെ പ്രകാരമാണ് പുള്ളി വീഡിയോ ചെയ്യുന്നത് വരെ. അപ്പൊ ഇത് ഞങ്ങളുടെ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ സർജറി കൊണ്ട് 3 സർജറി കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ എന്റെ കുഞ്ഞിന്. ഈ 3 സർജറി കഴിഞ്ഞിട്ടും എന്റെ കുട്ടിക്ക് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. മോന് 2 വയസ്സിന്റേതായ വെയിറ്റ് ഇല്ല. ഡോക്ടർ എബ്രഹാം മാമൻ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ് ചികിത്സ നടക്കുന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ 2000 രൂപയുടെ പ്രോട്ടീൻ പൗഡർ നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും അറിയാൻ പറ്റും. ന്യൂട്രാമിജൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ പൗഡർ കുട്ടിക്ക് കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുപോലും മേടിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്നിപ്പോ ഞങ്ങളുള്ളത്. എന്റെ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനാ, എന്നും കൂലിപ്പണി ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഞങ്ങളുടെ കാര്യം ഇവർ നോക്കണ്ട. ഞങ്ങളുടെ കുട്ടീനെ കാണിച്ചിട്ട് ഈ ചെറുകുടൽ വരെ പുറത്തെടുത്തേക്കുന്ന അവസ്ഥയെ വെച്ചിട്ടുള്ള കുട്ടിയുടെ ഫോട്ടോ സർവ്വ സോഷ്യൽ മീഡിയയിലും കൂടെ പ്രചരിപ്പിച്ചിട്ടാണ് ഇവർ ഈ അക്കൗണ്ടിൽ പണം എത്തിച്ചിട്ടുള്ളത്. അത് എന്റെ കുട്ടിക്ക് ഇപ്പോഴും ലഭിക്കുന്നില്ല. അപ്പൊ ഇവര് പിരിച്ചു തന്നു, സഹായം ചെയ്തു എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. പുള്ളിക്കാരൻ ഇന്നലെ ലൈവില് വന്നിട്ട് പുള്ളിക്കാരൻ ഞങ്ങളുടെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങൾ 3 ദിവസമായി ഞങ്ങളുടെ വീട്ടിലല്ല താമസിക്കുന്നത്. എന്റെ 2 പിഞ്ചു മക്കളെ കൊണ്ട് അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് ഉറക്കമില്ല. ഞങ്ങൾ ഏതവസ്ഥയിൽ പുള്ളിക്കാരൻ, നിങ്ങൾ പറഞ്ഞ പുള്ളിക്കാരനല്ല ആത്മഹത്യ എന്നുള്ളൊരു വാക്ക്, ഞാനാണ് ഇവിടെ പറയുന്ന ആത്മഹത്യ എന്നുള്ളൊരു വാക്ക്. എനിക്ക് എന്റെ കുഞ്ഞിനെ കൊണ്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് ആക്കി വെച്ചിരിക്കുന്നത്. ഇന്നലെ 200ഓളം പേരാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് മുമ്പിൽ ഞങ്ങൾ ആക്രമിക്കാൻ എത്തുന്നത്. ഇവരുടെ സംരക്ഷണം ഇല്ലായിരുന്നു ഇന്നലെ തന്നെ ഞങ്ങൾ ഒരു പക്ഷെ ഞങ്ങൾ കൊല ചെയ്തപ്പെട്ടാണ്. ഇന്നിപ്പോ ഞങ്ങൾ പേടിച്ചാണ് ഞങ്ങൾ പോകുന്ന തരത്തിലൂടെ ഇറങ്ങി ഞങ്ങൾ നടക്കുന്നത് തന്നെ. എന്ത് തെറ്റ് ചെയ്തു? ഞങ്ങൾ ഈ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവര് ഞങ്ങളെപ്പോലെ പാവപ്പെട്ട രോഗികൾ ഇഷ്ടം പോലെ ഉണ്ട്. കേരളത്തിന്റെ ഏത് ഭാഗത്തും ഉണ്ട്. ചിലപ്പോൾ ഞങ്ങളെ കഴിഞ്ഞ് കൂടുതൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കും. പൈസ അവര് കൊടുത്തോട്ടെ. ഞങ്ങളുടെ കുട്ടിക്ക് പിരിഞ്ഞു കിട്ടിയ പൈസയുടെ ബാക്കി, ഞങ്ങളുടെ ട്രീറ്റ്മെന്റിന് പൈസ തന്നതിന് ശേഷം അതിന്റെ ബാക്കി പൈസ അവർ ഇപ്പോഴും കൊടുത്തോട്ടെ. അതിന് അർഹതപ്പെട്ട രോഗികൾ കാണും. അതിന് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങൾ അന്നും വ്യക്തമായിട്ട് ഫിലോസഫിയോട് പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങളുടെ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പൈസ നിങ്ങൾ ബാക്കി രോഗികൾക്ക് തിരിച്ചു കൊടുത്തോളൂ എന്ന് അപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പൂർണ്ണമായിട്ട് പണം തിരിച്ചു കിട്ടേണ്ടതല്ല ഞങ്ങളുടെ പ്രശ്നം. എന്റെ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള പണം ഇവര് തിരിച്ചു തന്നാൽ മതി ഞങ്ങൾക്ക്. അതാണ് ഇപ്പൊ ഞങ്ങളുടെ ആവശ്യം. അവരിപ്പോ ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ലാത്ത പൈസ പോലും ഞങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവര് നുണപ്രചരണം നടത്തിക്കൊണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് സ്റ്റേറ്റ്മെന്റ്, വ്യക്തമായിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റും കുട്ടിയുടെ സർജറി കഴിയുന്നത് വരെയുള്ള സർവ്വ ബില്ലും എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അവര് ഞങ്ങളോടൊന്ന് സംസാരിക്കട്ടെ, നേരിട്ട് വന്ന് അവരാരെ കൊണ്ടുവന്നിട്ട് ഞങ്ങളോട് സംസാരിക്കട്ടെ. ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് അവർ പരിശോധിക്കട്ടെ. എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? അവര് ഞങ്ങളുടെ മുമ്പിൽ വരാതെ ഞങ്ങളെ കാണാതെ ഞങ്ങളെ ഒളിച്ചുപോയി ഞങ്ങളുടെ നാട്ടിലുള്ള കുറെ ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ട് അവര് വ്യക്തമല്ലാത്ത തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് അവർ ഞങ്ങൾ അക്രമം അഴിച്ചു വിട്ടിരിക്കുകയാണ്. എന്റെ 2 വയസ്സുള്ള കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെ 2 വയസ്സുള്ള കുഞ്ഞിനെ, ഈ രോഗികളെയും ഇവരെ സഹായിക്കുന്നവരും പൊതുനിരത്തിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊല്ലണമെന്ന് പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്റെ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇനി കൊല്ലണമെന്ന് പുള്ളി പറയുന്നത്? നിങ്ങൾ പുള്ളി പറയുന്നത് നിങ്ങൾ വെറുതെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കാതെ നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുന്ന പുള്ളി പറയുന്നത്. പ്രവർത്തിച്ച് കാണിക്കുക. ഇനി ഇങ്ങനെയുള്ള വെച്ചോണ്ടിരിക്കാൻ പറ്റിയില്ലെന്ന്. 61 83 00 31. സഞ്ജയ് എം ജെ. മകന്റെ പേര് ദർശിത്. പ്രശ്നമുള്ള കുട്ടിയുടെ പേര് ദർശിത്. 2 വയസ്സ്. 2019 വീഡിയോ ഇട്ടത്. ട്രീറ്റ്മെന്റ് ഈ കഴിഞ്ഞ കൊല്ലം വരെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ 2 മാസത്തോളമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ഹക്കീം പഴയന്നൂരുകാരനാണ്. ഹക്കീം പഴയന്നൂർ എഴുതിക്കോളൂ. പഴയന്നൂർ. സലീൽ ബിൻ ഖാസിം.
സലീം സലീം ഇബ്നു ഖാസിം സലീം SAL ഡബിൾ EL ബിൻ BIN ഖാസിം കാസിം സെലീൽ ഇബ്നു ഖാസിം. ഒരു ഹൈദർ ഇത് സർക്കാർ മേഖലയിൽ ചികിത്സയില്ലേ ഇത്? മധു സാർ ഞാനൊരു കാര്യം പറയാനുള്ളത് ഇങ്ങനെയുള്ള നർമ്മമരണങ്ങളും ഒരു മിനിറ്റ് ഹൈദർ മധു ഇങ്ങനെയുള്ള നർമ്മമരണങ്ങളും ഇങ്ങനെയുള്ള സാമൂഹിക പ്രശ്നങ്ങളൊക്കെ വരുന്നത് വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയും വില്ലേജ് ഓഫീസർ മുതൽ ജില്ലാ കളക്ടർ വരെയും ഇതിന് ഉത്തരവാദിയാണ്. കാരണം സമൂഹത്തിൽ നടക്കുന്ന പാവപ്പെട്ട രോഗികളെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. മെഡിക്കൽ കോളേജിൽ നിന്നോ ഏതെങ്കിലും ഗവൺമെന്റ് സംവിധാനങ്ങളിൽ നിന്നോ ഇവരെ തടയപ്പെടും. ഇവിടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ല. ഇപ്പൊ നിങ്ങളെ പോലുള്ള സഹോദരങ്ങൾക്കോ എനിക്കോ എന്റെ കുട്ടികൾക്കോ ഇങ്ങനെ ഒരു അസുഖം വരുമ്പോ ഞാൻ ചെല്ലുന്നത് ഗവൺമെന്റ് സംവിധാനങ്ങളിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് ഡോക്ടർ എഴുതി വരും, there is no facility in this hospital, you can go to any better facility hospital somewhere in എന്താ പറയാ ആസ്റ്റർ മെഡ് സിറ്റി ഓർ എന്താ പറയാ എ ബിഗർ ഹോസ്പിറ്റൽ. അപ്പൊ അവിടെ മോണോപ്പൊളിയാണ് നടക്കുന്നത്. കൊറോണ വന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സഹിച്ച് നമ്മുടെ എല്ലാ നഷ്ടങ്ങളും സഹിച്ച് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു റോക്കറ്റ് സംവിധാനങ്ങളും ഒരു മിസൈൽ സംവിധാനങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി 1000, 2000, 50,000 കോടി രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ പോലെയും നിങ്ങളെ പോലെയും ഒരു മുട്ടായി മേടിക്കുമ്പോഴും തീപ്പെട്ടി മേടിക്കുമ്പോഴും അടയ്ക്കുന്ന ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് മിസൈൽ വിടാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ലിവറും കിഡ്നിയും ഒക്കെ കേട് വരുമ്പോൾ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ ഒരു ട്രീറ്റ്മെന്റ് സംവിധാനം ഇല്ല? ഇവിടെ പുരസ്കാരങ്ങളും അവാർഡുകളും കൊടുക്കുന്നത് നമ്മുടെ ജനപ്രതിനിധികളാണ്. ഈ ഫിറോസിനെ പോലെയുള്ള ആൾക്കാർക്ക് പുരസ്കാരങ്ങളും അവാർഡുകളും കൊടുത്ത് മൗനസമ്മതം പാലിക്കുന്ന ഈ രാഷ്ട്രീയ പ്രതിനിധികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലിവർ ട്രാൻസ്പ്ലാന്റേഷനും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും നമ്മുടെ ഗവൺമെന്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡയാലിസിസ് പോലുള്ള സംവിധാനങ്ങൾ ഈ പാവപ്പെട്ടവന് വേണ്ടി നടത്തിക്കൂടെ? കഴിഞ്ഞു. അപ്പൊ ഈ ചോദ്യം ഞാനിവിടെ ഉദ്ധരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാറോടും പ്രധാനമന്ത്രി സാറോടും നമ്മുടെ ആരോഗ്യമന്ത്രി ലെവലിലുള്ള ആൾക്കാരോടൊക്കെയാണ്. ഈ ഓൺലൈൻ ചാരിറ്റിയിൽ ഒരു ലോകത്തിലൂടെ സാർ